പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരും പുതിയൊരു വർഷത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ പ്രാരംഭത്തിൽ നേരുകയാണ്. ദൈവം എല്ലാവരെയും സമാധാനത്തോടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പ്രത്യേക വിഷയം ദൈവമക്കളുമായിട്ട് സംസാരിക്കുവാനാണ് ഈ വീഡിയോയിൽ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പെരിങ്ങള്ളൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് അഥവാ AG സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്നൊരു സുവിശേഷ യോഗത്തിൽ സാമുദായിക ക്രൈസ്തവരായിരിക്കുന്ന കുറച്ച് ആളുകൾ കടന്നു വന്ന് അവിടെ ഒരു സംസാരമൊക്കെ ഉണ്ടായ ഒരു വീഡിയോയിൽ അതിനെ തുടർന്ന് അവിടെ പ്രസംഗിച്ച പ്രസംഗകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പല ഭാഗങ്ങൾ മുറിച്ചെടുത്ത് കട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായ വലിയ ഒരു പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതായിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നു. വിവാദ പ്രസംഗകനായി ചിത്രീകരിക്കപ്പെട്ട ആ പ്രസംഗകൻ, അദ്ദേഹത്തിൻ്റെ പേര് ടാർസൻ തോമസ് എന്നാണ്. ഇന്ന് ആ വിവാദ പ്രസംഗകന്റെ അടുക്കലാണ് ഞാൻ ഇരിക്കുന്നത്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഈ വീഡിയോ ഇങ്ങനെ ഷെയറായ സമയത്ത് തന്നെ പല ആളുകളും എന്നോട് ചോദിച്ചു, ഷമീർ പാസ്റ്റർ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സഹോദരങ്ങളും ചോദിക്കുകയുണ്ടായി. പ്രതികരിക്കുന്ന ചില ദൈവദാസന്മാർ ചിലർ എന്നെ ബന്ധപ്പെട്ടു. പാസ്റ്റർക്ക് അറിയുന്ന ആളാണോ ഇദ്ദേഹം എന്ന് ചോദിച്ചു. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അവരോട് പറഞ്ഞു. അവർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഷമീർ കൊല്ലം പ്രതികരിച്ചില്ല എന്നും എന്തുകൊണ്ടാണ് ആ ദേവദാസൻ ഇങ്ങനൊരു വിവാദ പ്രസംഗകനായി മാറിയെന്നും എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്നുമൊക്കെ നമ്മൾ ഒരല്പസമയം അദ്ദേഹത്തോട് തന്നെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ടാർസൻ തോമസ്, പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അപ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള ചില ആളുകളുടെ പ്രതികരണം കേട്ടപ്പോഴാണ് എനിക്ക് ദേവദാസനെ വിളിച്ച് ഈ കാര്യം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായത്. വാസ്തവത്തിൽ ആ പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്, അതിനെക്കുറിച്ച് ആ പരാമർശിക്കപ്പെട്ട പദങ്ങളെക്കുറിച്ച് എന്താ തോന്നുന്നത്? അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്താണ്? അത് വേണ്ടായിരുന്നു, അത് ഇച്ചിരി കടന്ന കൈയായിപ്പോന്ന് എനിക്കും അതൊരു ധാരണയുണ്ട്, തോന്നുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ ദേവദാസിന് കഴിയുന്നു? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ആ പ്രസംഗത്തിലെ ചില വാക്കുകൾ, അദ്ദേഹം ഉപയോഗിച്ച ചില നാടൻ പ്രയോഗങ്ങൾ, അശ്ലീലമൊന്നും അല്ല കേട്ടോ, ചില നാടൻ പ്രയോഗങ്ങൾ, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. അതായത് നിങ്ങളെ പള്ളിയിലിരിക്കുന്നത് മണ്ണും കല്ലും കട്ടയും ഒക്കെ അല്ലേ എന്നുള്ള ഒരർത്ഥത്തിലാണ് ആ പദം പ്രയോഗിച്ചതെങ്കിൽ ആ പദം വേണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തോട്, ഞാൻ ഉൾപ്പെടുന്ന ദേവദാസന്മാർ അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിനത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ആ ചില പദപ്രയോഗങ്ങൾ മുമ്പോട്ടുള്ള ശുശ്രൂഷകളിലും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ടുപോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ആ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ അകത്തു നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി വലിയ പ്രമാണി പ്രസംഗകരൊക്കെ ഇതിനെ വിമർശിച്ച് കീറി മുറിച്ചൊക്കെ ഭയങ്കര തത്വങ്ങൾ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് 2 വാക്ക് പ്രതികരിക്കണമെന്നുണ്ടായത്. ഒന്ന്, ആരാണ് ടാർസൻ തോമസ്? അദ്ദേഹം ഒരു സുവിശേഷകനാണ്. ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വേണ്ടപ്പെട്ട നിലയിൽ ഒരു വിശ്വാസിയായി പത്തനാപുരത്ത് വടകോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചു വളർന്ന് അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം. അപ്പോൾ നമുക്ക് ഒരു വാക്ക് ആദ്യം
അദ്ദേഹം എന്തായിരുന്നു, എങ്ങനെ ഈ സമൂഹത്തിലേക്ക് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായി അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ഞാൻ ജനിച്ച കാലം മുതൽ ഓർത്തഡോക്സാണ്. എൻ്റെ കുടുംബം 150 വർഷം പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ ഞാൻ 20-ാമത്തെ വയസ്സിൽ 1989 അബുദാബിയിലേക്ക് കടന്നുവരികയായി. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 20-ാമത്തെ വയസ്സിൽ കടന്നുപോയി. 23-ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായൊരു പ്രസ്ഥാനം തുടങ്ങി. ആ പ്രസ്ഥാനം തുടങ്ങി. അത് കഴിച്ചും 94 ഞാൻ കല്യാണം കഴിച്ചു. അബുദാബി പള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം 3000-ൽ പരം മെമ്പർമാരുള്ള പള്ളിയാണ്. അവിടെ കഴിഞ്ഞ എന്നെ ആർക്കും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ ബിസിനസ് പ്രസ്ഥാനം വളർന്നതിന് വെച്ച് ഇന്ന് ഞാൻ ബന്ധക്കോസിൽ സുവിശേഷത്തിൽ ചെലവാക്കുന്നതിലുപരിയായി ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ ഞാൻ ഓർത്തഡോക്സ് പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അബുദാബിയിലും നാട്ടിലും. ആ സമയത്ത് അവിടെ ബിസിനസ് ആയിരുന്നു. ബിസിനസ് കമ്പനികളുണ്ടായിരുന്നു. ബിസിനസ് കമ്പനി. അത് അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ അവരുടെ ഒരു സ്ഥാപനമായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ 92 ഞാനൊരു വാർത്ത കേട്ടു. ഓർത്തഡോക്സ് സഭയിൽ 21 വർഷം അച്ഛനായിരുന്ന ബാബ തിരുമയുടെ സെക്രട്ടറി ആയിരുന്ന മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ ബന്ധക്കോസിൽ പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ബന്ധക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമുള്ള, കാരണം ഞാനൊരു ധനികനായ മനുഷ്യനും ഓർത്തഡോക്സിൽ ഭയങ്കര പാരമ്പര്യമുള്ള മനുഷ്യനും ആയതുകൊണ്ട് എനിക്ക് ബന്ധക്കോസുകാരെ തീരെ കണ്ടുവിടാത്ത ആളായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ദൈവവേലയ്ക്ക് വന്ന എൻ്റെ നാട്ടിൽ ബന്ധക്കോസുകാരില്ലായിരുന്നു. അവിടെ കുഞ്ഞോൻ പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ 19 വർഷങ്ങൾക്ക് മുമ്പ് ബന്ധക്കോസ് വന്നപ്പം അദ്ദേഹം അവിടെ വന്ന് വീടെടുത്ത് താമസിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഒരു വീട്ടിൽ കേട്ടിരുന്നു. അദ്ദേഹത്തെ ഞാൻ 1998 കൊല്ലം ജില്ലയിൽ ആദ്യം സവാരി എടുത്തപ്പോൾ ആ സവാരി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓമിനി വാങ്ങി അദ്ദേഹത്തെ ഇടിച്ചു വരണമെന്നും ആ നാട്ടിൽ നിന്നും ബന്ധക്കോസ് പാടില്ലെന്നും ഒക്കെ തീരുമാനിച്ച് ഇറങ്ങി നടന്ന ഒരാളാണ്. അങ്ങനെ ആ സമയത്ത് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും ഞാൻ DYFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും പാർട്ടിയുടെ അംഗീകരിക്കപ്പെട്ട ആളും. അതിനുശേഷം ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഞാനും എൻ്റെ അനിയനും അമിതമായി മാർക്സിസ്റ്റ് പാർട്ടിയെ, ഞാനും ബാലഗോപാലും ഒക്കെ ഒരു സമയത്ത് പ്രവർത്തിച്ചവരാണ്. അങ്ങനെ പാർട്ടി അമിതമായി സഹായിക്കുന്നതിൽ ഇപ്പോഴും നല്ല പാർട്ടിയായിട്ട് ബന്ധമുള്ളവർ നമ്മൾ പാർട്ടി പ്രവർത്തനം ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ വളരെ ദേശം മൊത്തവും എൻ്റെ സമ്പാദ്യത്തിന്റെ പകുതിയിലേറെയും ദാനധർമ്മം ചെയ്ത് എൻ്റെ ദേശക്കാർക്കും എന്നെ അറിയുന്നവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കണ്ടമാനം എന്നെ അറിയാത്തൊരു മനുഷ്യൻ എൻ്റെ ദേശത്തില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നിന്നത്. ആ സമയത്താണ് പുതുപ്പള്ളി അച്ഛൻ ബന്ധക്കോസിൽ പോയെന്നൊരു വാർത്ത കേട്ടു. അപ്പൊ നമ്മള് ഈ ഇപ്പോൾ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിലാൽ ആഠ്യത്വം കാണിക്കുന്നത് പോലെ ഓർത്തഡോക്സ് സഭയെ എന്ന് പറഞ്ഞാൽ അമിതമായി സ്നേഹിച്ച ഒരാളാണ്. പാരമ്പര്യത്തിന്റെ ആവശ്യത്തിൽ നിന്ന് അങ്ങനെ പുതുപ്പള്ളി അച്ഛൻ ബന്ധക്കോസിൽ പോയെന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് ഞാൻ അറിഞ്ഞ് അങ്ങനെ 96 പുതുപ്പള്ളി അച്ഛനെ അബുദാബിയിൽ IPC സഭ പുതുപ്പള്ളി അച്ഛനെ അബുദാബിയിൽ ഇറക്കിയ സമയത്ത് പള്ളിയിൽ അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളെയൊക്കെ സമീപിക്കും, വീട്ടിൽ കേട്ടത്. ഇത് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി അച്ഛൻ എൻ്റെ വീട്ടിൽ വരാനിടയായി. അവിടെ വെച്ച് പുതുപ്പള്ളി അച്ഛനെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞ് കണ്ടമാനം അതിശയിപ്പിച്ച് ഇറങ്ങിപ്പോടാ വെളിയെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഭയങ്കരമായി അതിശയിപ്പിച്ച ഒരാളാണ്. അത് 1996. അന്ന് ഞാൻ പറഞ്ഞു, നിന്നെ അകത്താക്കും, എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോടാ വെളിയെന്ന്, നീ കുപ്പായ ഒഴിച്ച് വെച്ചിട്ട് ബന്ധക്കോസിൽ പോയേക്കുന്നു വെച്ചിട്ട് ആ പുള്ളിക്കാരനെ ഞാൻ അതിശയിപ്പിച്ചപ്പോൾ അദ്ദേഹം അവസാനം 1996 ഏപ്രിൽ മാസം അവിടെ എഴുന്നേറ്റ് പോകാൻ നേരം അദ്ദേഹത്തിന്റെ ഇടത്തെ കൈ നെഞ്ചത്തോട്ടടിച്ചിട്ട് വലത്തെ കൈ എന്റെ നേരെ ചൂണ്ടിട്ട്, സഹോദര, എന്നേക്കാൾ ഉപരിയായി ലോകത്തിന്റെ അറ്റത്തോളം പോയി. കാരണം ഇന്ന് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരം ഉൾപ്പെടെ അന്ന് 18 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തെരഞ്ഞെടുക്കുന്നതിന് 18 വർഷം മുമ്പ് അച്ഛൻ ദൂത് പറഞ്ഞു, എന്നേക്കാൾ ഉപരിയായി ലോകത്തിന്റെ അറ്റത്തോളം പോയി ധൈര്യത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്ന ഒരാളാക്കി സഹോദരനെ ദൈവം മാറ്റുന്നതെന്ന് നേടാവുന്നത്. അങ്ങനെ അച്ഛൻ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 സ്ഥാപനം, 3 സ്ഥാപനം, 4 സ്ഥാപനം, ഒരു ഫാക്ടറി, 100 കണക്കിന് ജോലിക്കാര്, ലോകത്തിന്റെ അനേക രാജ്യങ്ങൾ സഞ്ചരിച്ചു. സമ്പാദ്യത്തിന്റെ പകുതി ഭാവവും നാട്ടിലും എവിടെയെന്ന് വെച്ചാൽ ദാനധർമ്മം ചെയ്തു. എല്ലാവർക്കും പ്രിയങ്കരനായി. അങ്ങനെ പള്ളിയിലെ തിരുമേനിമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും പ്രിയങ്കരനായി, രാഷ്ട്രീയക്കാർക്ക് പ്രിയങ്കരനായി. എല്ലാവരും എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന മനുഷ്യനാണ്. 18 വർഷത്തിന് ശേഷം എന്നെ ദൈവം പിടിച്ചത് കാരണം ഞാൻ സുവിശേഷം കേട്ടു വന്ന ഒരാളല്ല. എനിക്ക് സുവിശേഷം കേൾക്കുന്ന അലർജിയായിരുന്നു, ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷെ എന്നെ ദൈവം അബുദാബി സെൻട്രൽ ജയിലിനകത്ത് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പൗലോസിനെ കൊണ്ടുവന്നപ്പോൾ ഉപദ്രവിച്ചില്ല. പൗലോസ് പ്രവർത്തനത്തിനിറങ്ങിയപ്പോൾ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ അബുദാബി സെൻട്രൽ ജയിലിൽ ഏകദേശം 7.5 മാസം എൻ്റെ ഭാര്യയോ കൊച്ചുങ്ങളെ കാണാതെ കിടന്നു. അന്ന് എന്നെ ഉപദ്രവിച്ച് എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഉപദ്രവിച്ച് കുറ്റം അടിച്ചേൽപ്പിച്ചാണ് എന്നെ അകത്ത്. അത് ദൈവത്തിന്റെ ഭക്തിയാണ് ഇന്ന് ഞാൻ അറിയുന്നു. അന്ന് എനിക്ക് എന്നെ
എൻ്റെ സ്പോൺസറോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 10 കോടി രൂപ നഷ്ടപ്പെടുത്തി. എത്ര? 10 കോടി. 10 കോടി. അത് എൻ്റെ ദേശത്തെ സകല കൂടുതലും ജോലിക്കാരെ എൻ്റെ ദേശത്ത് കുടിലിൽ കിടന്നവരെയൊക്കെ അങ്ങോട്ട് പാസ്പോർട്ട് എടുക്കാൻ പൈസ കൊടുത്തിട്ട് അനേകരെ കൊണ്ടുപോയി ഞാൻ ഗൾഫിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ദേശക്കാരും എനിക്കെതിരെ ഒന്നും സംസാരിക്കാറില്ല. അതിൽ ഏറ്റവും വലിയ ഓപ്പൺ കൺവെൻഷൻ നടക്കുന്നത് എൻ്റെ നാട്ടിലാണ്. 2.5 കിലോമീറ്റർ ചുറ്റും മൈക്ക് വെച്ച് കെട്ടി, അകത്തും പുറത്തും കെട്ടി 3000-ൽ പരം അവിശ്വാസികൾ വീട്ടിലിരുന്ന് കേൾക്കുന്ന കൺവെൻഷൻ, അവളോട് കൺവെൻഷൻ. അതിന് 9ാമത്തെ വർഷമാണ് പാസ്റ്റർ അവിടെ പ്രസംഗിച്ചത്. ലോകത്തിൽ അനേകടത്ത് പോയി പ്രസംഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരും എന്നുവെച്ചാൽ ഇന്ന് ലോകത്തിൽ പോയി കംപ്ലീറ്റ് വൻകരകളിൽ എല്ലാ വൻകരകളിലും പോയി പ്രസംഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരും വടവോട് അടുത്ത ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ്. എന്നിട്ട് അങ്ങനെ ഞാനൊരു ആഹാരത്തിന് ജയിലിൽ കിടന്ന് കൊതിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് തന്നെ 10 കോടി രൂപ നഷ്ടപ്പെടുത്തി അതിലേറെ കഷ്ടത അനുഭവിച്ചിട്ടാണ് ദൈവം. അതെങ്ങനെ വേദപുസ്തകം കണ്ട കത്തിച്ചു നടക്കുന്ന സൗദി നിയമമുള്ള, അന്നത്തെ കാലത്ത് സൗദി നിയമമുള്ള സെൻട്രൽ ജയിലിനകത്ത് ഈ നൂല് പോലും കൊണ്ട് കയറാൻ പറ്റുന്നില്ല. നമ്മുടെ ആ സ്ഥലത്ത് വേദപുസ്തകം കണ്ട കത്തിച്ചു കളയുന്നിടത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു വേദപുസ്തകം ഇവിടെ ഇറങ്ങി ജയിലിനകത്ത്. ആ ജയിലിനകത്ത് അവിടെ കിടന്ന് വായിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏകദേശം 1 വർഷം കൊണ്ട്, എന്നുവെച്ചാൽ അവിടെ കിടന്ന് 7.5 മാസക്കാലവും ബാക്കി 1 വർഷം കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വേദപുസ്തകം വായിച്ചിട്ടാണ്. ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ കിടന്ന് വായിച്ചെന്ന് പറഞ്ഞത് അബുദാബി ജയിലാണോ? അബുദാബി സെൻട്രൽ ജയിൽ. സൗദി എന്ന് പറയുന്നത് അല്ല, സൗദി നിയമമുള്ള സെൻട്രൽ ജയിലിനകത്തൊക്കെ സൗദി നിയമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് അതെ സൗദിയിലെ നിയമം നിലനിൽക്കുന്ന അബുദാബിയിൽ പുറത്ത് ദിവസം കൊണ്ടു നടക്കാം, കുഴപ്പമൊന്നുമില്ല. സൗദിയിൽ ഒരിക്കലും നേരത്തെ, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ 10 വർഷമായി കേൾക്കുന്നു. നേരത്തെ സൗദിയിലൊന്നും വേദോത്സവം കൊണ്ടിറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സൗദിയുടെ സെയിം എന്ന് വെച്ചാൽ നമ്മുടെ വസ്ത്രം പോലും സെൻട്രൽ ജയിലിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതെല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് അവരുടെ യൂണിവേഴ്സ് ഒന്നാകത്ത് തീർന്നു. അങ്ങനെ ഭയങ്കരമായ പരിശോധനയുള്ള ആ സെൻട്രൽ ജയിലിൽ അവിടുത്തെ നിയമം അനുസരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കടന്നപ്പോൾ ഒരു ബൈബിൾ കൊണ്ടു തന്ന് വായിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ബൈബിൾ വെച്ചു. അതുകൊണ്ട് ഞാൻ 2 വിലങ്ങും പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഇത് സെൻട്രൽ ജയിലിൽ ചെന്ന് ഒരു അവിടുത്തെ മൊറോക്കോ ഗാർഡ്, മുസ്ലിമായ ഗാർഡ് ഈ പുസ്തകം കണ്ടപ്പോൾ അവന് ഭയങ്കര ഭ്രാന്ത് പോലെ ഈ പുസ്തകം എടുത്ത് വലിച്ച് എറിഞ്ഞു. അങ്ങനെയുള്ള സ്ഥലമാണ്. അവിടെ ഒരിക്കലും നടക്കത്തില്ല. ഈ പുസ്തകം അല്ല കിട്ടിയത്. അവിടെ ഏത് നിലയിൽ ബൈബിൾ കിട്ടി? അതാണ് അവിടെ ബൈബിൾ കിട്ടിയെന്ന് പറഞ്ഞാല് തൃശ്ശൂരുകാരൻ ഒരു ഹിന്ദു സഹോദരൻ, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള, അതായത് കുടുക്കിൽപ്പെട്ട അകത്ത് കിടന്ന ആളാണ്. അങ്ങനെ ഒരു മേളിത്തെ നിലയം താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഒരു കുറ്റത്തിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, ഹിന്ദു, തൃശ്ശൂർക്കാരൻ, വിദ്യാഭ്യാസമുള്ള ഹിന്ദു എൻ്റെ അടുത്ത് വന്നു. ആദ്യം വന്നപ്പോൾ എന്നെ കാണാൻ വന്നു. കണ്ട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം പുള്ളി തിരിച്ചു പോയി കഴിഞ്ഞപ്പം ഒരു 2-3 ദിവസം കഴിഞ്ഞ് പുള്ളി വരുന്നത് ഒരു ബയൻഡില്ലാത്ത, 2 സൈഡും ബയൻഡില്ലാത്ത ഒരു ഇംഗ്ലീഷ് പുസ്തകം, ചവണ്ട് പഴകിയത്, ഏകദേശം ഒരു 10-40 വർഷം പഴകി പൊടി പിടിച്ചൊരു പുസ്തകം ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട്, അച്ചായ ഇത് നിങ്ങളുടെയാണെന്ന് തോന്നുന്നു. ഞാൻ മേടിച്ചു നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ ഉള്ള വിശുദ്ധ ഗ്രന്ഥം എന്ന ഇംഗ്ലീഷിന്റെ പതിപ്പായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം കത്തോലിക്കാരുടെ ഇരിക്കുന്നത്. അപ്പൊ എന്റെ നേരെ നീട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടുന്ന് കിട്ടി. അവൻ പറഞ്ഞു ഞാൻ കിടന്ന മേളത്തെ റൂമിൽ അടിച്ചിങ്ങനെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഇത് വൃത്തിയാക്കിയ സമയത്ത് സിമെന്റ് അലമാരുടെ ഏറ്റവും അടിത്തട്ടിൽ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഒരു പൊടി പിടിച്ച് ഒരു പുസ്തകം ഇരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് അത്, അദ്ദേഹം മലയാളി ആയതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവനാണ്, ബൈബിൾ ആണെന്ന് മനസ്സിലായി. അയാൾ പറഞ്ഞു ഞാൻ ഒരക്ഷരം പോലും വായിച്ചില്ല. പക്ഷെ എനിക്ക് തിരിച്ചത് വെക്കാൻ തോന്നിയില്ല. എന്റെ കവറിനകത്ത് എടുത്ത് വെച്ചു. അപ്പൊ മേളിയും താഴോട്ട് വരുമ്പോൾ ചെക്കിംഗ് ഇല്ല, മേളിയും അതിനകത്തുനിന്ന് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ പുസ്തകം ഞാൻ വായിച്ചു. അവിടെ കിടന്ന് 1 ലക്ഷം ഇപ്പം ദൈവം എന്നെ മനസ്സിലാക്കിയിട്ട്, കാരണം നിന്റെ സമ്പത്തിനോ നിന്റെ പണത്തിനോ നിന്റെ പിടിപാടിനോ നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങി വന്നില്ല, നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ കിടന്ന ആ പുസ്തകം വായിച്ച് അങ്ങനെ ദൈവം അനുഭവിച്ച് തന്നെ വെളിയിലിറക്കി. അപ്പൊ ഇത് മൊത്തത്തിൽ ഞാൻ ചുരുക്കി അങ്ങ് പറയാം, 10 കോടി രൂപ നഷ്ടപ്പെടുത്തി. അതിലേറെ കഷ്ടതയും ജയിലിനകത്ത് 7 മാസം 1.5 മാസം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ കാണാതെ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങൾ അവിടെ കുടുംബമായിട്ടുള്ള ലോകത്തുള്ള സകല എന്ന് വെച്ചാൽ എന്നെ അറിയാവുന്ന എന്റെ ലോകത്തിലുള്ള എന്നെ അറിയാവുന്ന ലോകത്തിലുള്ള സകല പൗലോസിനെ കുതിരപ്പുറത്തുനിന്ന് അടിച്ചിട്ടതിന്റെ വേറൊരു വർഷം. അപ്പൊ കിടന്ന എന്നെ അറിയാവുന്ന എന്റെ ലോകമായ അമ്പലക്കാരും പള്ളിക്കാരും എനിക്ക് വേണ്ടി പൊങ്കാലയിടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തൊരു അവസരമായിരുന്നു. അബുദാബി പള്ളി 3000 പേരുള്ള പള്ളിയിൽ ചെയിനായിട്ട് അവരുടെ വിശ്വാസ രീതി അനുസരിച്ച് എനിക്ക് വേണ്ടി നോയമ്പ് നോക്കി പ്രാർത്ഥിച്ചിട്ടൊന്നും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ വേദോത്സവം വായിച്ച് ആ ഒരു സമയത്ത്
ദൈവമാണ് എന്നെ പുറത്തിറക്കി. പുറത്തു വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു മാർഗം ശരിയാണെന്ന് എന്നെ തേടി കൊർന്നേലിയോസിനെ തേടി പത്രോസ് വന്നതുപോലെ കിഴക്കേത്തിൽ എന്നെ അറിയത്തില്ല, ഞാൻ അറിയത്തില്ല, പക്ഷെ എന്നെ അറിയും. അത് ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ വാഴ്ന്നു വരുമ്പോ എന്നെ കൈ കൊട്ടി പിടിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇപ്പോഴും ബന്ധക്കോസുകാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നും ദൈവപ്രവൃത്തിയുണ്ട്. നമുക്കറിയാം, ഇന്ന് രോഗി സൗഖ്യപ്പെടുന്നു, പൈശാചിക ബന്ധനം അഴിയുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തനങ്ങൾ. അത് നമ്മളെ പുറത്തിറങ്ങി പറയുന്ന സൂചന മനസ്സിലാവും. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ റൂമിലിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് 1 മാസത്തേക്ക് വിസിറ്റിന് വന്നതാണ്. മുതൽ ഞാനിവിടെ ഉണ്ടെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ ദൈവാത്മാവ് പറഞ്ഞ ഒരാളെ തേടി വന്നു. തേടിപ്പോയി എന്റെ ബിൽഡിങ്ങിൽ, ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് വന്നപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ദൂരെ നിന്ന് എന്നെ വ്യക്തമായതൊന്നുമില്ല. ഇല്ല വരുന്ന മനുഷ്യനാണ് നീ തിരക്കുന്നത്. അങ്ങനെ എന്നെ അവിടെ തിരക്കുന്നത്. അല്ലല്ല, അബുദാബി വെച്ച് സിംഗപ്പൂരിൽ നിന്ന് 1 മാസത്തേക്ക് വന്നാണ്. അദ്ദേഹം ഒന്നും ജീവിച്ചിരിക്കൊണ്ട് അബുദാബിയിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു, റെജി പാസ്റ്റർ. അപ്പൊ അങ്ങനെ വന്ന് കൈകെട്ടി എന്നെ വിളിച്ചു. എന്റെ അടുത്ത് വന്ന് ഷെയ്ക്കാൻ ചെന്നിട്ട് പറഞ്ഞു, ടാർസനല്ലേ? ടാർസൻ എന്നെ അറിയത്തില്ല, എനിക്ക് ടാർസനെ അറിയാം. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞാൽ വെളിയിൽ പോയി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകം അന്നേരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ രചിക്കപ്പെട്ടു. അപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല പുള്ളി. എന്നെ ഇങ്ങനെ ഈ താഴെ ഇരിക്കാൻ പറഞ്ഞ് കൈപിടിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നടന്നുപോയ എന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം അറിയാത്തൊരു കാര്യങ്ങളെ കുറിച്ചെല്ലാം പുള്ളി എന്നോട് പറയാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇതിൽ നിന്ന് ഈ പുസ്തകം കാണിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് പിന്മാറുന്നത് വെച്ചാൽ വചനത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പിന്മാറരുത്, പിന്മാറിയാൽ നിങ്ങൾക്ക് രക്ഷയില്ല. എന്നിട്ട് പോവാന്ന് പറഞ്ഞു പോയി. വീണ്ടും 7 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ അന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയം ദൈവാത്മാവിനോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസ എന്ന് വെച്ചാൽ ആത്മീയത്തിലേക്കുള്ള വിടുതലിനായി, ആത്മീയ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടാനുള്ള ആ ഒരു ഇതിനു വേണ്ടി 7 ദിവസം അദ്ദേഹം ഉപവസിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. ആ 7-ാം ദിവസം എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ രക്ഷ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നെ തെരഞ്ഞെടുക്കുന്നതിന് 18 വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ എന്ന ദൈവദാസൻ എന്നോട് പറഞ്ഞ ദൂത് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഞാൻ അയക്കുന്നിടത്തൊക്കെയും പോയി നീ എന്റെ സുവിശേഷം അറിയിക്കണം. ഞാൻ തിരിച്ച് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എങ്ങനെ പോകും ഈ വലിയ ബിസിനസ്സും സാമ്പത്തികം എന്ന് വെച്ചാൽ എന്റെ ഉദ്ദേശം എന്റെ നാട്ടിലെ സകല ചെറുപ്പക്കാരും കൊണ്ടുപോയി ജോലി കൊടുക്കണമെന്ന്, അങ്ങനെ വലിയ ഫാക്ടറി തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവെ ഈ വലിയ ബിസിനസ്സും ഈ കടഭാരങ്ങൾ, ബിസിനസ്സുകാരുടെ കടഭാരമുണ്ട്, ഇതെല്ലാം വിട്ടിട്ട് ഞാൻ എന്ന് പോകുന്നു? നിരന്തരമായി 1.5 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ വ്യാഴാഴ്ച 2014 സെപ്റ്റംബർ മാസം ഒരു വ്യാഴാഴ്ച രാത്രി 10:45 മണിക്കാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അതിന്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച 6:30 എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. രാത്രി 12 മണിക്ക് ഞാൻ അന്യഭാഷ സംസാരിച്ചു. അന്ന് തുടങ്ങിയ തൊട്ട് ആവേശത്തോടെ ദൈവത്തോട് ചോദിച്ചത്. അപ്പൊ അങ്ങനെ 1.5 വർഷം ഞാൻ നിരന്തരം ദാഹം എന്റെ നാട്ടിൽ, ആദ്യം എന്റെ നാട്ടിലറിയിക്കണം. ആ ദാഹത്തോടെ പ്രാർത്ഥിച്ചു. 2016 ജൂലൈയിൽ എന്റെ ബിസിനസ് എടുത്ത് അയ്യത്തിൽ കളഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത് 10 കോടി രൂപ നഷ്ടപ്പെടുത്തി അതിലേറെ കഷ്ടതകളെ അനുഭവിച്ചിട്ടാണ് ഞാൻ എന്നെ ദൈവം വിളിച്ചിറങ്ങിയത്. നാട്ടിൽ വന്നിറങ്ങിയ കാലം മുതൽ ആദ്യം നാട്ടുകാരിൽ 2 കിലോമീറ്റർ മൈക്ക് വെച്ചിട്ട് ആദ്യം ഞാൻ നാട്ടിൽ സുശേഷം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ 5-6-8-10 പേര് ചേർന്ന് പാസ്റ്റർക്ക് അറിയായിരിക്കും, ഒരു അസംബ്ലീസ് റോഡ് ബാലേന്ദ്രൻ പാസ്റ്ററോട് ഉൾപ്പെടെ ഇന്നും 10 വർഷമായിട്ട് ഞങ്ങൾ നിലനിൽക്കുന്നു. ഞങ്ങൾ വടക്കേന്ത്യയിലെ കേരളത്തിലുടനീളം സത്യസുവിശേഷം. അപ്പൊ അങ്ങനെ ഞാൻ വേദോസ്തവം അങ്ങനെ പിന്നെ അന്ന് ദൈവത്തോട് കമ്മിറ്റ്മെന്റ് വെച്ചു. കർത്താവെ, എന്റെ ദേശത്തുനിന്ന് വലിയൊരു കൂട്ടം ജനം എഴുന്നേൽക്കുന്നതിനുപരി ഞാൻ ദീർഘസമയം ഉപവസിക്കും എല്ലാ വർഷവും. ഇന്നിപ്പോ എല്ലാ വർഷവും 40, 21, 40. ഞാൻ നാളെ 2-ാം തീയതി 21 ദിവസം ഉപവാസം കയറിയിരിക്കാൻ പോവാണ്. അപ്പൊ എല്ലാ വർഷവും 40 അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് വേദോസ്തവം വായിച്ചുള്ള പ്രാപിച്ച അറിവുകൊണ്ടാണ് ഞാൻ പ്രസംഗത്തിനും അത്ഭുതങ്ങളും അടയാളം വീര്യപ്രദം ഞങ്ങളിവിടെ നടക്കുന്നു. അപ്പം ഇങ്ങനെ വിശ്വാസ ജീവിതത്തിൽ വന്നു, ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇപ്പൊ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ടാർസൻ തോമസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇനി എനിക്ക് വിശ്വാസ സമൂഹത്തോട് ചില കാര്യങ്ങൾ ഗൗരവമായി പറയാനുണ്ട്. അതായത് ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചില വാക്കുകൾ
അതിര് വിട്ടുപോയി അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്ത ചില വാക്കുകൾ, ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് പറയുകയൊന്നുമല്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ദേവദാസന്മാരും പറഞ്ഞത് ശ്രദ്ധിക്കണം. ശുശ്രൂഷയിൽ പ്രത്യേകാൽ പൊതുസമൂഹത്തിനിടയിൽ പ്രസംഗിക്കുമ്പോൾ വാക്കുകൾ നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. അത് മറ്റാരേക്കാളും എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിയുന്നതിൻ്റെ കാരണം എന്നെയും അങ്ങനെ പല ദേവദാസന്മാരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ പ്രാഥമിക കാലത്തെ പ്രസംഗങ്ങളിലൊക്കെ ആവേശം കയറിയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തപ്പെട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന നിലയിൽ ഈ ശുശ്രൂഷകളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആ വിഷയത്തിൽ തിരുത്തേണ്ടത് അനിവാര്യമാണ്. അതിലെനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സമുദായക്കാര് വിമർശിക്കുന്നതോ അവർ പ്രതികരിക്കുന്നതോ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓർത്തഡോക്സിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ ഓർത്തഡോക്സിലെയും സാമുദായിക ക്രൈസ്തവരിലും നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വേദപുസ്തകത്തിന് വിപരീതമാണെന്ന് പബ്ലിക്കായി പ്രസംഗിക്കണമെങ്കിൽ അതിന് അല്പം നല്ല ചങ്കൂറ്റവും ദൈവകൃപയും ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ സമുദായക്കാർ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ അകത്ത് ഉൾപ്പെട്ടു നിൽക്കുന്ന പല ആളുകളും അദ്ദേഹത്തെ വിമർശിക്കുകയും വീഡിയോ ഇടുകയും അതിനടിയിൽ വളരെ അദ്ദേഹം പറഞ്ഞത് മണ്ണാങ്കട്ട എന്നൊരു വാക്കാണ്. പക്ഷെ അദ്ദേഹത്തെ വിമർശിച്ച് വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ കമന്റ് പക്ക തെറി വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നോക്ക് ഇവിടെ ആരാണ് അപ്പൊ അദ്ദേഹത്തെക്കാൾ വലിയ തിന്മ, വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വിമർശിക്കുന്നത്. ഇനി സമുദായക്കാരുടെ പ്രതിഷേധമോ അല്ലെങ്കിൽ അവരുടെ വിഷമോ നമുക്ക് മനസ്സിലാക്കാം. അതിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട്. അദ്ദേഹം അത് മുൻപോട്ടുള്ള കാലങ്ങളിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതെ സൂക്ഷിക്കും. എന്നാൽ ആ വേദപുസ്തകത്തിന് വിപരീതമായി നടക്കുന്ന അനാചാരങ്ങളെ ഇനിയും അദ്ദേഹം ശക്തമായി പ്രസംഗിക്കുക തന്നെ ചെയ്യും. അത് ദൈവദാസന്മാരായ ഞങ്ങളുടെ നിലപാടാണ്. അതിനകത്തൊന്നും കോംപ്രമൈസ് വരുത്തുന്ന ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. പക്ഷെ അത്തരത്തിലുള്ള വാക്കുകൾ അത് ഉപയോഗിക്കാതെ വളരെ നന്നായി ശുശ്രൂഷിപ്പാനായി അദ്ദേഹം ശ്രമിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനെതിരെ ഈ വീഡിയോ ഇട്ട പല ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു. പല ആളുകളെ ശ്രദ്ധിച്ചപ്പോൾ ഷിബു PDAക്കൽ എന്ന് പറയുന്ന ആള് ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രബന്ധമൊക്കെ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഓർത്തഡോക്സിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഇതിനേക്കാൾ തീവ്രമായി ഓർത്തഡോക്സിലെ 7 കൂദാശകളെ സംബന്ധിച്ച് എണ്ണി പറഞ്ഞ് അത് തെറ്റാണെന്നും വചനത്തിന് വിരുദ്ധമാണെന്നും പറഞ്ഞ് അങ്ങനെ എന്തെല്ലാം പ്രസംഗം അദ്ദേഹം ആ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പോട്ടെ, ആശാരി ഉപദേശി. ഇന്നും ലോകത്തിലെ ക്രൈസ്തവ മലയാളികളെല്ലാം ആവേശത്തോടെ കാണുന്ന മനുഷ്യൻ. അദ്ദേഹം പ്രസംഗത്തിന്റെ ആ കാലങ്ങളിലൊക്കെ എത്രയോ തീവ്രമായ നിലയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അന്നൊക്കെ കൈയടിച്ച ജനം എന്ന് കരുതി അത് ശരിയാണെന്ന വാദം എനിക്കില്ല. തിരുത്തപ്പെടേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി ചേർത്ത് പിടിക്കേണ്ടതിന് പകരം ഒരു മനുഷ്യനെ കടന്തല് കൂട്ടം കൂടി കുത്തുന്ന പോലെ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന വിശുദ്ധന്മാർ ആക്രമിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് 1-2 കാര്യം ചോദിക്കാനുണ്ട്. ഈ മനുഷ്യൻ ഓർത്തഡോക്സിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. അദ്ദേഹം അതുവരെ ശക്തമായി എതിർത്തിരുന്ന ഈ മാർഗത്തെ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിലും ആ ആവേശത്തിലും അദ്ദേഹം ഇന്ന് കർത്താവിനെ പ്രസംഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ ടാർസൻ തോമസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹം പ്രസംഗിച്ച ഒരൊറ്റ സുവിശേഷ യോഗത്തിലും അദ്ദേഹം 5 രൂപ പ്രതിഫലം വാങ്ങിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ? ഇത് വ്യക്തമായി അറിയുന്ന ആളാണ് ഞാൻ. അദ്ദേഹം നടത്തിയ പല കൺവെൻഷനുകളിലും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പ്രസംഗിച്ചതിന് അദ്ദേഹം കൂട്ടായ്മ തന്നിട്ടുമുണ്ട്. 1. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒറ്റ പ്രസംഗത്തിലും അദ്ദേഹം പണം വാങ്ങുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, അദ്ദേഹം സദ്ഗമയ എന്ന പേരിൽ ഒരു ടീം പ്രവർത്തനമായിട്ടാണ് ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ സുവിശേഷ യോഗങ്ങളിലൊന്നും അദ്ദേഹം സ്തോത്രകാഴ്ച എടുക്കാറില്ല. ഇത് പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം. ഒറ്റ രൂപ ഒരിടത്തു നിന്നും പ്രതിഫലം വാങ്ങാതെ, ഒരു യോഗത്തിന് പോലും സ്തോത്രകാഴ്ച എടുക്കാതെ, തനിക്ക് പാരമ്പര്യമായി ഉണ്ടായിരുന്ന വസ്തുവകകളിൽ ഉള്ളതെല്ലാം കുറേശ്ശെ വിറ്റ് ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത, സുവിശേഷ യോഗം കാര്യമായി നടന്നിട്ടില്ലാത്ത ഉൾഗ്രാമങ്ങൾ തെരഞ്ഞെടുത്ത് സുവിശേഷ പ്രവർത്തനം നടത്തിയാണ്. ഞാൻ തന്നെ എന്നെ ക്ഷണിച്ച പല കൺവെൻഷനുകളിലും ചെല്ലുമ്പോൾ ഞാൻ അതിശയത്തോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടൊക്കെ എങ്ങനെ യോഗം കൊണ്ട് വെക്കുന്നത്, ഇവിടെ അടുത്തൊന്നും ഒരു ചർച്ച് പോലും ഇല്ലല്ലോ എന്ന് അതിശയിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തം വസ്തുവകളിൽ നിന്ന്
വിറ്റ് സുവിശേഷ വില ചെയ്യുന്ന ഒരാൾ പോരാത്തതിന് സ്വന്തം വസ്തുവിൽ നിന്ന് 40 സെന്റ് വസ്തു ചർച്ചിന് വേണ്ടി എഴുതി കൊടുക്കുകയും അതിനകത്ത് മനോഹരമായ നിലയിൽ ഒരു ചർച്ച് ഉണ്ടാക്കി അത് കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭയ്ക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അല്ലെ ഓഗസ്റ്റ് 14 ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആ പ്രോപ്പർട്ടി എഴുതി കൊടുക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ടും ഒരു സുവിശേഷകനെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശവോടക്കിന് പോലും കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങുന്ന സ്വന്തം ഏമാന്മാർക്കെതിരെ ഒരു വാക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ നട്ടലില്ലാത്ത ഈ അതിവിശുദ്ധന്മാരൊന്നും ഈ ദേവദാസനെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ കുമ്പനാട് നടക്കുന്ന അടിക്കകത്ത് അദ്ദേഹം മണ്ണാങ്കട്ടെന്നേ പറഞ്ഞോളൂ. കുമ്പനാട് ഗ്രൗണ്ടിൽ നടക്കുന്ന അടിക്കകത്ത് പച്ച തെറിയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച ഈ കുമ്പനാട്ട് കിടന്ന് ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അടിച്ചിട്ട് ഒരു വരി ഇത് തെറ്റാണ്, ഇത് അങ്ങേയറ്റം മോശമാണെന്ന് ഒരു വരി സ്വന്തം പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്കെതിരെ ഈ ഫേസ്ബുക്കിൽ കുറിക്കാൻ നട്ടലില്ലാത്തവന്മാരാണ് ഒരു ദേവദാസന്റെ വായിൽ നിന്ന് വന്നുപോയ ഒരു അബദ്ധ വാക്കിനെ അല്ലെങ്കിൽ വന്നുപോയ ഒരു വാക്കിനകത്ത് കയറി പിടിച്ചുകൊണ്ട് തെരുവിൽ പ്രസംഗിക്കുന്ന ഒരു ദേവദാസനെ ക്രൂശിക്കാൻ നിൽക്കുന്നത്. അതിനോടൊന്നും ചെവി കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഷമീർ കൊല്ലം ഇതുപോലെ വിമർശിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് വിമർശിക്കാറുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദ്യം വരും. ഞാൻ വിളിച്ച് ചോദിക്കാറൊന്നുമില്ല. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം ഒരു ദുരുപദേശകനായിരുന്നെങ്കിൽ, ഒരു പ്രവചന തട്ടിപ്പുകാരനായിരുന്നെങ്കിൽ, ഒരു രോഗശാന്തി തട്ടിപ്പുകാരനായിരുന്നെങ്കിൽ, വചനം പ്രസംഗിച്ച് പണം പറ്റിക്കാൻ അല്ലെങ്കിൽ ആളുകളെ നിന്ന് പണം തട്ടിച്ചെടുക്കാൻ നടക്കുന്ന വചന കൊള്ളക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിളിയുമില്ല, ഇങ്ങനൊരു വീഡിയോയുമില്ല. അടുത്ത ദിവസം പ്രതികരണ വീഡിയോ ഇടത്തേ ഉള്ളൂ ഷമീർ കൊല്ലം. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചിരുത്തി അദ്ദേഹത്തോട് സംസാരിക്കുകയും ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന പിഴ തന്നെയാണ്. മേലിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹം പഠിച്ച് മോസ്റ്റ് റൈറ്റ് റവറണ്ടായി ആരെങ്കിലും കൈവച്ച് ശുശ്രൂഷയ്ക്കിറക്കിയ ആളൊന്നും അല്ല. അദ്ദേഹം ഇതിനെതിരെ വിരോധമായി നിന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഈ സുവിശേഷം സത്യമാണെന്നും കർത്താവ് സത്യമാണെന്നും മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു തെരുവിൽ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ഒരു സ്ഥാനമാനോ ആഗ്രഹിക്കാനോ എന്തെങ്കിലും വൈറലാകാനോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസംഗിക്കുന്ന ദേവദാസന്റെ പേര് ടാർസൻ തോമസ്. നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കണം ടാർസൻ തോമസ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ നോക്കണം. അതിൻ്റെ അകത്ത് പരസ്യോഗങ്ങൾ, തെരുവിൽ പ്രസംഗിക്കുന്ന പരസ്യോഗത്തിന്റെയോ അദ്ദേഹം നടത്തുന്ന കൺവെൻഷന്റെ അല്ലാണ്ട് ലോകപരമായിട്ടുള്ള ഒരു പോസ്റ്റർ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇമേജ് ആകട്ടെ, അല്ലെങ്കിൽ ഈ ലോക സംബന്ധമായ വേദപുസ്തകമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യമാകട്ടെ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോലും ചെയ്യാറില്ല. ഇവിടെ പറയുന്ന ഈ വിമർശിക്കുന്ന അഭിനവ വിശുദ്ധന്മാർ ഒരു കാര്യം ഓർക്കണം. നാളെ ഓരോ പഴുത്ത ഇല വീഴുമ്പോഴും പച്ചില ഓർത്തോണം, നാളെ പച്ചിലയും പഴുക്കും. അപ്പൊ കൂട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സത്യസന്ധമായി തട്ടിപ്പ് നടത്താതെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസന് ഒരു വീഴ്ച വന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പരാജയം സംഭവിച്ചാൽ അതിനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുത്തി മുൻപോട്ട് നയിക്കേണ്ടതിന് പകരം ഇനി ഇദ്ദേഹത്തെ ക്രൂശിച്ച് എന്ത് വേണം? ഇദ്ദേഹത്തെ അടുത്തൊരു പീഡിയക്കലാക്കി മാറ്റണം. അടുത്തൊരു പീഡിയക്കലാക്കി മാറ്റി അദ്ദേഹം ഓർത്തഡോക്സിൽ തിരിച്ചു പോയിട്ട് പെന്തക്കോസ്തുകാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന സമാധാനമാവും. അദ്ദേഹം തിരിച്ചു പോകത്തില്ല, അത് വേറെ കാര്യം. അദ്ദേഹം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ തീരുമാനത്തിൽ അദ്ദേഹത്തിന് മരണം വരെ മാറ്റേണ്ടത്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കിയിട്ട്, ഒരു കാര്യം എന്താണ് ഏതാണെന്ന് അന്വേഷിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് അങ്ങനെയുള്ള പദം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞൊരു അഡ്വൈസ് കൊടുത്ത് തിരുത്തേണ്ടതിന് പകരം എന്ത് അനാവശ്യമായിട്ടുള്ള കമന്റ്സുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് ഒന്നും അത്ര നല്ലതായിട്ട് സ്വർഗത്തിൽ പോകാനിരിക്കുന്ന വിശുദ്ധന്മാര് കാണരുത് എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. 6 വർഷം കൊണ്ട് എന്നുവെച്ചാൽ 6.5 വർഷം കൊണ്ട് 4.25 കോടി രൂപയുടെ വസ്തു ഞാൻ കൊടുത്തു. അതിന്റെ 3/4 ഭാഗത്തിൽ കൂടുതൽ സുവിശേഷ വിലയ്ക്ക് ചെലവാക്കി കഴിഞ്ഞു. ഞാൻ അടുത്ത വിൽക്കാനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. 6 കുടുംബങ്ങൾക്ക് സ്വന്തം പറമ്പിൽ നിന്ന് 5 സെന്റ് 6 സെന്റ് വസ്തു വീതം എത്ര? 5 കുടുംബങ്ങൾ. 5 കുടുംബങ്ങൾക്ക് സ്വന്തം വസ്തുവിൽ നിന്ന് 5 സെന്റ് 6 സെന്റ് വീതം വേറെ തിരിച്ച് അദ്ദേഹം കൊടുത്തു. പോരാത്തിന് 40 സെന്റും ചർച്ചും കൊടുത്തു. ഇനിയുള്ള വസ്തു വിറ്റ് ബാക്കിയുള്ളവർ കൊടുക്കുകയോ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ഇവിടെ ഉള്ള മുഴുവൻ റവറണ്ടുമാരും തായോ എന്ന് പറഞ്ഞ് കൈ നീട്ടി പിരിക്കുമ്പോൾ ഇത് ഉള്ളത് വിറ്റ് കർത്താവിന്റെ വേല ചെയ്യുന്നൊരു ദേവദാസനെ എന്തിന്റെ പേരിൽ
ഒരു വായിൽ നിന്ന് ഒരു വാക്ക് വീണതിന്റെ പേര് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരാളുടെ പ്രസംഗം എടുത്ത് കീറി മുറിച്ച് നോക്കിയാൽ എന്തെല്ലാം വട്ടത്തരം, വേദപുസ്തകമായിട്ട് ഒരു ബന്ധമില്ലാത്ത വട്ടത്തരങ്ങൾ പ്രസംഗിച്ചിട്ട് കയ്യടി മേടിക്കുന്ന എത്ര എണ്ണം ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളോട് പറയാം, ഈ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി വരുന്ന ദിവസം നാളെ മുതൽ അദ്ദേഹം 21 ദിവസം ഉപവസിക്കുവാനായിട്ട് ദൈവസന്നിധി തീരുമാനിച്ചിരിക്കുന്നു. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കൃപ പ്രാപിച്ചും അദ്ദേഹം അറിഞ്ഞ സത്യം, അദ്ദേഹം ഉൾപ്പെട്ട് നിന്ന സമുദായത്തിലെ ആചാരങ്ങളും ശുശ്രൂഷകളും ബൈബിൾ വായിച്ചപ്പോൾ തെറ്റാന്ന് തോന്നിയെങ്കിൽ അത് തെറ്റാണെന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയും, നാളെയും പറയും. എന്താണ് കുഴപ്പം? അപ്പം വേദപുസ്തകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ആചാര പശ്ചാത്തലത്തിൽ അദ്ദേഹം നിന്നു. അപ്പം ആ പശ്ചാത്തലത്തിൽ നിന്ന് ബൈബിൾ വായിച്ചപ്പോൾ ഇന്ന് കാണുന്ന കാര്യങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് അത് പറയാനാണ് സുവിശേഷകന്റെ ധർമ്മം. പിന്നെന്താ പറയേണ്ടത്? നിങ്ങളും നമുക്കെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ, മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകാം, ഒരു സാർവത്രികമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് മതസൗഹാർദ്ദത്തിൽ അങ്ങനെയാണോ സുവിശേഷം പറയേണ്ടത്? അങ്ങനെയല്ല സുവിശേഷം പറയേണ്ടത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകമാണ് ശരിയെന്നും ധാർമ്മികതയോടുള്ള ബന്ധത്തിൽ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണാനും എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ ചേർത്ത് പിടിക്കാനും എല്ലാ മനുഷ്യരെയും സഹോദര തുല്യങ്ങളായി കാണാനും ഒക്കെയാണ് സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വചനപരമായ കാര്യങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം. ഇനി വേണ്ട, ഇദ്ദേഹം നടത്തിയ എത്രയോ പരസ്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഉപദ്രവം ഏറ്റിട്ടുണ്ട്. അദ്ദേഹം അത് വീഡിയോ പിടിച്ച് പോസ്റ്റ് ഇട്ട് സഹതാപത്തിനായിട്ട് ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് പിടിച്ചത് നമ്മളൊന്നുമല്ല. ഈ വീഡിയോ പെരുങ്ങള്ളൂർ സഭയിൽ സുവിശേഷ വിരോധികള് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞത് ഇദ്ദേഹമല്ല, അവിടുത്തെ സഭാപാർശ്വമല്ല, ഇവർ രണ്ടുമല്ല. അവിടെ കൺവെൻഷന് വന്ന സഹോദരന്മാരിൽ ആരെങ്കിലും ആയിരിക്കാം അത് ചെയ്തത്, മേ ബി, എന്തോ ആയിക്കോട്ടെ. ഇവരല്ലത് ചെയ്തത്. അവർക്ക് അങ്ങനെ ഒരു സഹതാപം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. നാളെയും തെരുവിൽ ഇറങ്ങുന്നത് സുവിശേഷം പറയാന്നുള്ള ആർജവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പരസ്യങ്ങൾക്കോ ഇത്തരം കാര്യങ്ങൾക്കോ അവർ ചെയ്തിട്ടില്ല. എന്നാൽ ഒരിക്കൽ കൂടെ ഞാൻ ദൈവമക്കളോട് പറയുന്നു, സുവിശേഷ വേലക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. രക്ഷിക്കപ്പെട്ടവൻ അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം മുമ്പോട്ടുള്ള ശുശ്രൂഷകളിൽ ഉപയോഗിക്കേണ്ടുന്ന വാക്കുകൾ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പ്രാരംഭത്തിൽ തന്നെ അദ്ദേഹം വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. വാക്കുകളിൽ വന്നുപോയ ബുദ്ധിമുട്ടുകളിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട്. അതുമൂലം സമുദായക്കാർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളിൽ അദ്ദേഹം 100% ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം മുമ്പോട്ട് ഉള്ള ശുശ്രൂഷകളിൽ നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാര്യം ഏതെന്നറിയാതെ ചാടിക്കേറി ഇമാതിരിയുള്ള വാക്കുകൾ. ഒരു കാര്യം ആലോചിക്കണം, എല്ലാവരും തെരുവിൽ പ്രസംഗിക്കുന്നവരാണ്, എല്ലാവർക്കും അതിന് കഴിഞ്ഞൊന്നും വരത്തില്ല. അതുകൊണ്ട് തെരുവിൽ പ്രസംഗിക്കുന്നവരോർത്താണ് നാളെ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതേ മാനസികാവസ്ഥയിലൂടെ നിങ്ങളും കടന്നു പോകും. ഞാൻ ചിലരൊക്കെ എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാൻ നേരിട്ട് കാര്യം പറയുകയും എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹം അത് തിരുത്തുമെന്നും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുകയും അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷമാണ്. കേരളത്തിൽ ഏത് സംഘടനയുടെ ഏത് നേതാവിനെ നിങ്ങൾക്ക് ഈ നിലയിൽ കാണിച്ചു തരാൻ പറ്റും? ഒരാളെ പറയാമോ? സ്വന്തം പ്രോപ്പർട്ടി വിറ്റ് അങ്ങോട്ട് കൊടുത്ത് സുവിശേഷം വിലയുന്ന ഒരാളെ? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപകാരമില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ? അതുകൊണ്ട് എല്ലാവരോടും ഈ കാര്യത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണമെന്നുണ്ട്. ഒരിക്കൽ പോലും ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച വാക്കുകൾ ഒന്നും ന്യായീകരിക്കുന്നില്ല. ആർക്കാണ് വാക്കിൽ തെറ്റാത്ത? ആരാണ് ഇവിടെ ഉള്ളത്? നേരെ മറിച്ച് അദ്ദേഹം ഒരു ദുരുപദേശകനായിരുന്നെങ്കിൽ, രോഗശാന്തിയും തട്ടിപ്പും നടത്തി വെട്ടിക്കുന്ന ആളായിരുന്നെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഇല്ല, പ്രതികരിക്കുക. തൊട്ടടുത്ത ദിവസം ഷമീർ കൊല്ലം പ്രതികരിച്ചാനെ. എന്നാൽ അങ്ങനെയല്ല. ഇന്ന് കേരളത്തിൽ ഞാൻ ശുശ്രൂഷാ വേദികളിൽ കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരെ നാട്ടിലും വിദേശത്തും ഒക്കെ എനിക്കറിയാം. ആ കൂട്ടത്തിൽ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ വേണം സുവിശേഷ വേല ചെയ്യാൻ എന്ന് ഞാൻ പോലും പ്രസംഗിക്കുന്നിടത്ത് നിന്ന് കൂട്ടായ്മ മേടിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അതേസമയം അദ്ദേഹം അങ്ങനെ അല്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുകയോ അനാവശ്യം പറയുകയോ ചെയ്താൽ ഇതിനൊക്കെ ദൈവസന്നിധി ഇന്നല്ലെങ്കിൽ നാളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരണവും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവാസനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഏറ്റവും വലിയൊരു സത്യം ദൈവം സാക്ഷിയായി പറഞ്ഞാൽ ഈ വീഡിയോ പോലും ദൈവദാസൻ എൻ്റെ അടുത്ത് സംസാരിച്ചതല്ല. അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ വിളിച്ചിട്ട് ഇവിടെ എൻ്റെ വീട്ടു വരെ വരണം, ഇതെൻ്റെ വീടാണ്, ഇവിടെ വരണം, ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്, വന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാണ് അദ്ദേഹം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിന്റെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഫേസ്ബുക്ക് ഉണ്ടോ ലൈവിൽ കയറി വേണേൽ മറുപടി പറയാം.
അതിനൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല, താല്പര്യമില്ല. പക്ഷെ എനിക്കിത് പറയാതിരുന്നാലും ഒരു സൗകര്യം കിട്ടത്തില്ല. കാരണം ഞാനും തെരുവിൽ അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹം വേദികളിലല്ല, ഞാൻ ഏറ്റവും കൂടുതൽ വേദി പ്രസംഗിക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ തെരുവിൽ പ്രസംഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിമർശിക്കുന്നവർ അവിടെ കിടന്ന് വിമർശിക്കും. പിന്നെ ഇതൊന്നും കൊണ്ട് ദൈവം വിളിച്ചിറക്കിയ ഒരു ശുശ്രൂഷ അവസാനിപ്പിക്കാനൊന്നും ആരും കൊതിക്കണ്ട. അതൊന്നും നടക്കിയല്ല. അതിന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് ഞാനാണ്. ഓക്കെ, പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം പറയുകയും കേൾക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കേട്ടിട്ടും പിന്നെ പോത്തിഫറിന്റെ കാര്യം പറഞ്ഞ പോലെ മുണ്ട് തെളിവായി പിടിച്ചുകൊണ്ട് മുണ്ടുണ്ടെന്ന് പറഞ്ഞിട്ടും യോസേഫിനെ കൊണ്ടുവന്ന ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ ആ ദൈവത്തിന് അറിയാം നേരായി ശുശ്രൂഷിക്കുന്നവരെ നിലനിർത്താൻ ദൈവത്തിന് അറിയാം. അപ്പോൾ ദൈവം അത് ചെയ്തോളും. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവിനെ അനുഗ്രഹിക്കുക.